Welcome students. The next topic is techniques for improving QWL. അപ്പോൾ നമുക്ക് ഈ ടെക്നിക്സ് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലേ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ടെക്നിക്സ് നമുക്ക് വേണം. എന്നാൽ ഈ ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് എംപ്ലോയേഴ്സ് ചെയ്യേണ്ടത്, യൂണിയൻ ചെയ്യേണ്ടത്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ്റെത്, ഗവൺമെൻറ്. അപ്പം ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവരവർ ചെയ്താൽ മാത്രമേ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻഡസ്ട്രിയിൽ QWL ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്നിക്സിന് തൊട്ട് മുമ്പ് എന്താണ് ഈ റെസ്പോൺസിബിലിറ്റീസ്, ഓരോ ഗ്രൂപ്പുകാരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ഒന്ന് റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയർ, പിന്നെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് വർക്കർ, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ദ ഫോർത്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. അങ്ങനെ 4 റെസ്പോൺസിബിലിറ്റീസാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കൂട്ടരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മുടെ QWLനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം. സോ റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയേഴ്സ്. അപ്പോൾ ആദ്യം അവരുടെ ഉത്തരവാദിത്തം എന്താണ്? പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ അമ്യൂണിറ്റീസ് അറ്റ് ദ വർക്ക് പ്ലേസ്, ദാറ്റ് ഇസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് വെൽഫെയർ പ്രൊവിഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഉണ്ടാവണമെങ്കിൽ അവർ ചെയ്തു കൊടുക്കേണ്ട എന്താണ്? വർക്കേഴ്സിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു വെൽഫെയർ പ്രൊവിഷൻ അല്ലെങ്കിൽ ചില സേഫ്റ്റി മെഷേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഇൻവോൾവിങ് വർക്കേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓൺ ഓൾ മാറ്റേഴ്സ്. ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുമ്പോൾ ആരെ അറിയിക്കണം? വർക്കേഴ്സുമായിട്ട് ചേർന്ന് ഇതൊരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഇനിഷ്യേറ്റിംഗ് സൂട്ടബിൾ ഫോം ഓഫ് വർക്ക് ഡിസൈൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും സൂട്ടബിൾ ആവുന്ന വർക്ക് ഡിസൈൻ തയ്യാറാക്കി അതനുസരിച്ച് വേണം അവർ വർക്ക് ചെയ്യാൻ. ദെൻ ഫോർമലൈസേഷൻ ഓഫ് QWL എക്സ്പീരിയൻസ് ഓഫ് ഫ്യൂച്ചർ യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ QWLക്ക് നമ്മളൊരു ഫോർമലൈസേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തു വെക്കേണ്ടത്. സോ റീ എക്സാമിനേഷൻ ഓഫ് പോളിസീസ് ഓഫ് വർക്ക്. ഓരോ വർക്കിനും നമ്മൾ എന്ത് ചെയ്യണം? ഒരു റീ എക്സാമിനേഷൻ പോളിസി, നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കതിനെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഡെവലപ്പിംഗ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. എന്നിട്ട് ഓരോ പ്രാവശ്യം നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു അപ്രീസിയേഷൻ അല്ലേ. ഓരോ പ്രാവശ്യം ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 10 യൂണിറ്റ് ഇൻക്രീസ് ഉണ്ടായി, രണ്ടാമത് പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് 20 യൂണിറ്റ് അല്ലെങ്കിൽ 15 യൂണിറ്റ് ഇൻക്രീസ്. അപ്പോൾ എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എംപ്ലോയർ എന്ന നിലയിൽ അതിനെ ഒന്ന് അസസ് ചെയ്തിരിക്കണം. അപ്പം ഒരു എംപ്ലോയർ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഓഫ് യൂണിയൻസ് ആൻഡ് വർക്കേഴ്സ്. ഈ ജോലിക്കാരെന്ന നിലയിലും കമ്പനിയിൽ യൂണിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എഡ്യൂക്കേറ്റിംഗ് ആൻഡ് മേക്കിംഗ് വർക്കേഴ്സ് അവെയർ ഓഫ് QWL. ഇനി ഒരു ഓർഗനൈസേഷനിൽ QWL ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കേഴ്സിൻ്റെ നേരെ നമ്മൾ അവരെ എന്താണ് QWL എന്ന് വർക്കേഴ്സിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക. സെർച്ച് ഏരിയാസ് ഓഫ് കൊളാബറേഷൻ വിത്ത് മാനേജ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് വർക്കേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എവിടെയാണ്? ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഡിസിഷൻ മേക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? അത് നമ്മൾ കണ്ടെത്തുക. Identifying ways and means to satisfy workers' need through non-monetary alternatives. ഇല്ലേ, എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? എഫേർട്ട് റിവാർഡ് മാച്ച് ആവണം എന്ന് പറയുന്ന പോലെ ഒരു മോണിറ്ററി റിവാർഡിനപ്പുറം നോൺ മോണിറ്ററി റിവാർഡായി ട്രാൻസ്ഫർ ആകാം, പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ആവാം. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു നോൺ മോണിറ്ററി പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലേ, സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോസസ്സ് അല്ല, പകരം നോൺ ഫിനാൻഷ്യൽ സെക്ടറിലൂടെ നമുക്ക് എംപ്ലോയീസിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം അത് കണ്ടെത്തുക. ഓർഗനൈസിങ് ലേബർ ഇൻ ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് സ്പെഷ്യലി മേക്കിംഗ് ദം QWL. ഇനി ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന്, ലേബേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവരെ എന്ത് ചെയ്യാം? അവരുടെ വർക്ക് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം. ദെൻ എൻകറേജിങ് വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ QWL ആക്ടിവിറ്റീസ്. ഇനി ഓരോ വർക്കറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. അതിനുവേണ്ടി കമ്പനി കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. തേർഡ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഈ 2 കൂട്ടരും അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഓർഗനൈസ് വർക്ക്ഷോപ്പ് ആൻഡ് സെമിനാർസ്. അറിയാലോ, ഒരു QWL എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില വർക്ക്ഷോപ്പുകളോ സെമിനാറുകളോ ഉണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ എന്ത് വേണം? അത് തയ്യാറാക്കി ഓരോ ഇൻഡസ്ട്രിയിലെയും ഇത്ര ആൾക്കാരെ വെച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. ഇനിഷ്യേറ്റ് സ്പെസിഫിക് റിസർച്ച് പ്രോജക്ട്സ്. ഇനി അതുപോലെ തന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ചില റിസർച്ച് പ്രോജക്ട്സുകളൊക്കെ ചെയ്യുക.
പ്രൊവൈഡ് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ടു ഓർഗനൈസേഷൻ ടു ഹെൽപ്പ് ജനറേറ്റ് ഇൻറ്റേർണൽ കോമ്പിറ്റൻസി. ഇനി അതുപോലെ തന്നെ എന്താണ് ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസിൽ, അതായത് ഓർഗനൈസേഷനകത്ത് അവരുടെ കഴിവുകൾ എങ്ങനെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ അവർക്കുള്ള ടാലൻസ് എങ്ങനെ വളർത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഡെവലപ്പിംഗ് സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ എ വേരിയസ് ക്ലാസ്സസ്. ഞാൻ അതുപോലെ ഇപ്പം ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ അല്ലെങ്കിൽ ഫോർമാൻഷിപ്പ്, അങ്ങനെ ഏറ്റവും ലോ ലെവൽ വർക്കേഴ്സ് വരെയുള്ള പല സെക്ടേഴ്സും ഉണ്ട്. അപ്പം ഓരോ ഗ്രൂപ്പിന് വേണ്ടിയുള്ള എന്താണ് പല സ്പെഷ്യൽ പ്രോഗ്രാംസ് ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യണം. ദെൻ ഡെവലപ്പിംഗ് എ നെറ്റ്വർക്ക് ഓഫ് കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു QWL എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അത് സ്റ്റോർ ചെയ്യുക, അത് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുക. അപ്പം QWL എന്ന് പറയുമ്പം ഇല്ലേ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അവർ മാക്സിമം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഈ ലാസ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്, ഇല്ലേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. ലെജിസ്ലേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ് ഇൻ ന്യൂവർ ഏരിയാസിലെ അവർ എന്ത് ചെയ്യണം, പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിയമങ്ങളും അതിൻ്റേതായ സ്റ്റാൻഡേർഡുകളും നിശ്ചയിക്കുക. ചേഞ്ച് ഇൻ പോളിസി ടു പ്രൊവൈഡ് ഗ്രേറ്റർ ഓട്ടോണമി ടു എക്സ്പെരിമെൻറ്റ് വിത്ത് QWL. ഈ QWL എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പോളിസി മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഓരോ ദിവസം തോറും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പോളിസികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സിക്യൂട്ടീവ് ആക്ഷൻ ടു എൻഷുർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലെജിസ്ലേറ്റഡ് ഫെസിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഈ QWL ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് വരുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം നമ്മൾ നടപ്പിലാക്കുക. എൻകറേജ്മെൻറ്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അതുവഴി നമുക്ക് എന്ത് ചെയ്യണം, സർക്കാർ പറയുകയാണ് ഇന്ന മേഖലയിലുള്ളവർക്ക് ഒരു QWL അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മാക്സിമം ഗവൺമെൻറ് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുക, ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫൈൻഡിങ് പ്രോജക്ട്സ്, ഇല്ലേ ഒരു QWL എന്ന് പറയുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രോജക്ട്സുകൾ ഗവൺമെൻറ് കണ്ടെത്തുക. പിന്നെ സ്യൂട്ടബിളി മോഡിഫൈങ് ദ സ്ട്രക്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ഇൻ ദ കൺട്രി. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന കോൺസെപ്റ്റിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു QWL പറയുന്ന കോൺസെപ്റ്റിൻ്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ 4 ഉത്തരവാദിത്തങ്ങൾ, അതായത് എംപ്ലോയറിൻ്റെ റെസ്പോൺസിബിലിറ്റി, യൂണിയൻ ആൻഡ് വർക്കർ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്, ഈ 4 പേരുടെയും ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ടെക്നിക്സ്, ഈ 4 പ്രോസസ്സും സക്സസ് ആയാൽ അതുവഴി ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആ ടെക്നിക്സിനെ പറ്റി നോക്കാം. അപ്പോൾ നോക്കിക്കേ, ടെക്നിക്സിൽ അവർ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്സ് ഓഫ് ഇംപ്രൂവിങ് QWL എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് എഴുതേണ്ടത്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടെക്നിക്സിലേക്ക് പോകാൻ പറ്റൂ. So first is job redesign. Narrow job need to be combined into larger units of accomplishment. അറിയാമല്ലോ, അപ്പോൾ അവർ പറഞ്ഞ ഒരു ജോലിയെ നമ്മൾ റീഡിസൈൻ ചെയ്യുക. അപ്പോൾ കുഞ്ഞു ജോലികളെല്ലാം നമുക്കൊന്ന് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ അതിനൊരു ലാർജർ യൂണിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കോംപ്ലിഷ് ചെയ്യാം. ജോബ് ഷുഡ് ബി റീഡിസൈൻ ടു എൻറിച്ച്. ഇല്ലേ, ഈ ജോബിനെ റീഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. സോ ഇറ്റ് ഹെൽപ്സ് ടു സാറ്റിസ്ഫൈ ഹയർ ഓർഡർ നീഡ്സ് ബൈ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റിംഗ്, സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ചലഞ്ചിങ് വർക്ക്. ഇല്ലേ, ഇപ്പോൾ ഒരു 5 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണെങ്കിൽ അത് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി അല്ലെങ്കിൽ 20 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അവരിലേക്കൊരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ചലഞ്ചിങ് ആയിട്ട് ആ ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ അവരെ നമ്മൾ പ്രോത്സാഹിക്കും. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് ജോബ് റീഡിസൈൻ ചെയ്യണം. രണ്ടാമത് പറയുന്ന ടെക്നിക്കാണ് കരിയർ ഡെവലപ്മെൻറ്റ്. ഓപ്പർച്യൂണിറ്റി ഫോർ കരിയർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്, കമ്മിറ്റ്മെൻറ്റ്. അറിയാമല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും കരിയറിലുണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ളൊരു വളർച്ച എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. അല്ലേ, ഞാൻ വളരണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണ്, എനിക്കൊരു 10 വർഷം കഴിഞ്ഞാൽ ഒരു മാനേജർ പോസ്റ്റിലേക്ക് എത്തണം, അത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കരിയറിലൊരു അഡ്വാൻസ്മെൻറ്റ് എനിക്ക് ഉണ്ടാകണം. സോ കരിയർ പ്ലാനിങ്, അവരുടെ കരിയറിനെ നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്യുക.
ദെൻ കൗൺസിലിംഗ് സെക്കൻഡ് കരിയർ. ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ലപോലെ പ്ലാൻ ചെയ്യുക. സോ ഹെൽപ്പ് ടു മീറ്റ് എക്സ്പെക്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു എംപ്ലോയി എന്ന നിലയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നേടണം. അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് എംപ്ലോയി ആവണമെങ്കിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഇന്നതാണ്, ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ ഇതാണ്, ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇതാണ്. ആ എക്സ്പെക്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത് ഡെവലപ്പ് ആകുന്നത്. തേർഡ് ഈസ് ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്. ആൻഡ് ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ് എംപ്ലോയീസ് ആർ ഗിവൺ ഫ്രീഡം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ, ഒരു ഓട്ടോണമസ് സ്റ്റൈലൊക്കെ. അപ്പോൾ ഒരു ഓട്ടോണമസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിന് നല്ലൊരു ഫ്രീഡം അല്ലേ, ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒരു ടാസ്ക് അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ട് എടുക്കുന്നിടം വരെ അവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡിസൈഡ് ചെയ്യാം, അവർക്ക് ഏത് രീതിയിലൂടെ അത് പ്രോസസ്സ് ചെയ്യാം. ഇൻ സച്ച് എ ഗ്രൂപ്പ് വർക്കർ ദംസെൽഫ് പ്ലാൻ. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വർക്കേഴ്സിന് എന്ത് ചെയ്യാം, സ്വയം പ്ലാൻ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, അവരെ ആരും തടസ്സപ്പെടാറില്ല. അതുകൊണ്ടാണ് ഇതിന് ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ദ ഗ്രൂപ്പ് ഹാസ് എ ഹോൾ ഇൻ അക്കൗണ്ടബിൾ ഫോർ സക്സസ് ഓർ ഫെയിൽ. അങ്ങനെയാണെങ്കിൽ 10 പേരോ 20 പേരോ അടങ്ങുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ അവരുടേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് കൊണ്ട് അവരുടെ റിസൾട്ട് സക്സസ് ആയാലും ഫെയിലിയർ ആണെങ്കിലും അവരെ സംബന്ധിച്ചോളം എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കണം. സോ ഇറ്റ് ഈസ് കോൾഡ് എ സെൽഫ് മാനേജ്മെൻറ്റ് വർക്ക് ടീം. അപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽഫ് മാനേജ്ഡ് വർക്ക് ടീം എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്, അവർ ഓരോരുത്തരും ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് അവരുടെ വർക്കിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവർ, ദാറ്റ് ഇസ് ഫ്ലെക്സി ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ സ്റ്റാർട്ടഡ് അവേഴ്സ്, റെഡ്യൂസ് വർക്ക് വീക്ക്, job sharing, part-time employment and other type of alternative work schedule provide freedom to employee in scheduling their work. അപ്പോൾ അടുത്തൊരു ഒരു ടെക്നിക്കായിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ. അതായത് അവർക്കൊരു ടാർഗറ്റ്, നിങ്ങൾ 30 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വർക്ക് തീർന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ 1000 യൂണിറ്റ്സ് ആണ്, അത് നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായ ഒരു ഫ്രീ ആയിട്ടൊരു തീരുമാനം എടുക്കാം. അവരുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം അവർക്ക് ഫിക്സ് ചെയ്യാം, എപ്പം നമ്മൾ വർക്ക് ചെയ്യണം, എത്ര സമയം മുതൽ എത്ര സമയം വരെ ചെയ്യണം. അപ്പോൾ ആ ഷെഡ്യൂളിങ്, ഫിക്സിങ് ഓഫ് ഷെഡ്യൂളിങ് ടൈം ഇല്ലേ, ആ ടൈം എന്ന് പറയുന്നത് ഫ്ലെക്സിബിളായിട്ട് അവർക്ക് തന്നെ തീരുമാനം. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാം. പിന്നെ പറയുന്ന പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. എംപ്ലോയി want to participate in deciding matters which affecting their lives ഇല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞൊരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. അവിടെ പറയുന്നത് എന്താണ്, വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എംപ്ലോയീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതോ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. therefore പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് ക്വാളിറ്റി സർക്കിളിലെ പ്രോഡക്ട്സിൻ്റെയോ അവരുടെ ക്വാളിറ്റി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, നമ്മൾ MBO പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വരെ മാനേജ്മെൻറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടാവണം. പിന്നെ ഒരു സജഷൻ സിസ്റ്റം ആൻഡ് അതർ ഫോം ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവ്. അപ്പം ഈ പറഞ്ഞ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ, നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൽ കൂടുതൽ ഫോംസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ പറഞ്ഞ എല്ലാ ഫോംസുകളും എന്താണ്, എംപ്ലോയീസിന് ഒരുപോലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ജോബ് സെക്യൂരിറ്റി. Adequate security of job is high priority of employee and should be provided. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, ജോലിയിലുണ്ടാകുന്നൊരു സെക്യൂരിറ്റി, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം അയാളുടെ അല്ലേ ഒരു ഫ്യൂച്ചർ സേഫ് ആണെന്ന്, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അദ്ദേഹം നല്ലപോലെ വർക്ക് ചെയ്യാൻ തയ്യാറാവും. നെക്സ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് അല്ലേ. ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, ഫെയർ ആൻഡ് ഇക്വിറ്റി ഷുഡ് ബി അപ്ലൈഡ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്. അപ്പം ഇവിടെ നീതിപൂർണ്ണമായ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ, അതായത് ഇൻഡസ്ട്രിക്ക് പോളിസീസൊക്കെ ഉണ്ട്, അത് വയലേറ്റ് ചെയ്താൽ ഇന്നയാണ് ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ അത് ആരാണെങ്കിലും ആ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പ്രത്യേക പ്രൊസീജിയർ ഉണ്ടാവണം. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, വർക്ക് അസൈൻമെൻറ്റ്, ലീവ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കമ്പനിക്ക് അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. ആ പ്രൊസീജിയർ അനുസരിച്ച് വേണം ഏത് ലെവലിലുള്ള ആൾക്കാരെ നമ്മൾ ഡീല് ചെയ്യാൻ. അപ്പോൾ ടെക്നിക്സ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ ടെക്നിക്സ് നമ്മൾ എത്രണ്ണം പറഞ്ഞു, 7 ടെക്നിക്സാണ് നമ്മൾ മൊത്തം പറഞ്ഞത്. ഒന്ന് ജോബ് റീഡിസൈൻ, കരിയർ ഡെവലപ്മെൻറ്റ്, ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്, ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്, ജോബ് സെക്യൂരിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്. അപ്പം ഈ 7 ടെക്നിക്സിലൂടെയാണ് ഏതൊരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യേണ്ടത്, വർക്കേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇനി ഈ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൻ്റെ
ഹൗ ടു ഇംപ്രൂവ് QWL ഇല്ലേ. അപ്പോൾ നമുക്കിനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ആകുമ്പോൾ ഈ QWL തീരും. അപ്പോൾ ഈ എങ്ങനെ നമുക്കിതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം ഇല്ലേ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷനിൽ ഒരു QWL നമ്മൾ ഇത്രയും കാര്യങ്ങളും ടെക്നിക്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് എന്നിട്ടും അതിനൊരു പോരായ്മ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ നോക്കിയാൽ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം. ഫസ്റ്റ് പറയുന്നത് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ ഇല്ലേ. ഏതൊരു ജോലിക്കും നമ്മൾ വേണ്ടുന്ന എന്താണ്, റെമ്യൂണറേഷൻ, സാലറി. അപ്പം അത് ഫെയർ ആയിരിക്കണം, നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനുള്ള റിവാർഡ് നമുക്ക് കിട്ടിയിരിക്കണം.